ഈ വിഴിഞ്ഞം ഈ ഹാർബറിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ തന്നെ എല്ലാവരുടെയും മുഖത്ത്, ഈ പ്രദേശവാസികളുടെ ഒക്കെ മുഖത്തൊരു എന്തോ ഒരു പ്രതീക്ഷ, സന്തോഷമൊക്കെ കാണുന്നുണ്ട്. കൂട്ടത്തിൽ കുറേ യങ്സ്റ്റേഴ്സിനെ ഇവിടെ കാണാനിടയായി. അവർ പരിചയപ്പെട്ടു വന്നപ്പോൾ ഇവരിവിടെ ഹാർബറിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. എന്താ പേര്? ഗൗരി, നിഹിത, ഷഹബ, അഷ്ഫിയ, ഗൗരി, അൽഫിയ. അൽഫിയ. ഇവര് സിവിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നുണ്ട്. എന്താ നിങ്ങളിപ്പോൾ കപ്പൽ കണ്ടോ? എന്തുണ്ട് നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്തേ. ലൈഫിൽ ആദ്യമായിട്ടാണ് കപ്പൽ കാണുന്നത്. അപ്പം ഇത്ര അടുത്ത് വിഴിഞ്ഞെന്ന് പറയുന്നത്, ഇപ്പം ഇവിടെ ഒരു തുറമുഖം ഉണ്ടാകുമ്പോൾ ഇവിടെ ആദ്യമായിട്ടൊരു കപ്പൽ വരുമ്പോൾ അത് കാണണമെന്ന് എല്ലാ ആൾക്കാർക്കും ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും. ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇത് കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അതിനൊരു ഭാഗ്യം കിട്ടി അല്ലേ? നിങ്ങൾ ആ സമയത്ത് ഇവിടെ വന്നു. അതിനെ എങ്ങനെ കാണുന്നു? നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളത്. അപ്പം ഇന്ന് നമ്മളിവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റി. അപ്പം അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നാളെ എങ്ങനെ നിങ്ങൾ കാണുന്നു? നാളെ ഇപ്പോൾ നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികളാണ്. നിങ്ങൾക്കും ചിലപ്പോൾ ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാം. നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പോർട്ട് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ, നമുക്ക് ദൂരെയെങ്ങും അല്ല, നമ്മുടെ സ്വന്തം കേരളത്തിൽ വരണതിനെക്കുറിച്ച്, ഇവിടെ കയ്യെത്തും ദൂരത്തുള്ളതിനെക്കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഇത് ഇവിടെ വരുമ്പോഴത്തേക്ക് അത് നമുക്ക് കൂടുതൽ പ്രയോജനമായിട്ട് തോന്നുന്നു. കേരളം വികസിച്ചതിൽ വലിയ അഭിമാനമുണ്ട് ഞങ്ങൾക്ക്. അതെ അതെ, വികസിച്ചു. ഇനി തൊഴിലവസരങ്ങളൊക്കെ കിട്ടുമല്ലോ, അപ്പൊ അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. നാളെ നിങ്ങൾ ഇപ്പോൾ ഇവിടെയുള്ള കുട്ടികളെല്ലാം പുറത്തേക്കാണ് പോണത് പഠിക്കാനായാലും ഒരു ജോലിക്കായാലും. ഇവിടെ നിന്നിട്ട് കാര്യമില്ലാന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു യങ്സ്റ്റേഴ്സ്, ഒരു തലമുറയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അവിടെ നിന്ന് നിങ്ങൾ മാറി ചിന്തിക്കുമോ? അപ്പൊ ഇങ്ങനെ വികസനങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കാൻ തുടങ്ങും. എല്ലാവരും ഇപ്പൊ കേരളം വിട്ട് പോവുകയാണല്ലോ, അപ്പൊ ഇവിടെ സെറ്റിൽ ആവാൻ വേണ്ടിയൊക്കെ ഒരുപാട് പേര് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒരുപാട് വികസനങ്ങൾ വരുമ്പോൾ അതിനൊക്കെ പറ്റും. അപ്പൊ അതിന് നിങ്ങൾ നന്ദി പറയുകയാണ് നമ്മുടെ സർക്കാരിനോട് അല്ലേ? ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഞങ്ങൾക്ക് ഇപ്പോൾ തരുന്നുള്ളതുകൊണ്ട് ഇവിടെ തന്നെ ഞങ്ങൾക്ക് സെറ്റിൽ ആവാൻ പറ്റും. ഇവിടെ തന്നെ ജോബ് ചെയ്ത് ജീവിക്കാൻ പറ്റും. അപ്പൊ പുറത്തോട്ട് പോകേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു, അമ്മയും അച്ഛനെയൊക്കെ വിട്ടിട്ട് വെളിയിൽ പോയാലല്ലേ നല്ലൊരു സംഭവം കിട്ടത്തുള്ളൂ, ഇത്ര നാളും പഠിച്ചതിന് പുറത്ത് പോകണമല്ലോ എന്നൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു ഗൗരിക്ക്. ഇല്ല, ഞാൻ ഒരിക്കലും വെളിയിൽ പോയി ജോലി ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചിട്ടില്ല. എപ്പോഴും കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ സെറ്റിൽ ചെയ്യുന്നതിനെ പറ്റി, കേരളത്തിൽ നിൽക്കണം, ഒരു ഗവൺമെന്റ് ജോലിയായിട്ട് അതിനെപ്പറ്റി മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. അല്ലാതെ വെളിയിലോട്ട് പോകുന്നതിനെ പറ്റി ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഗവൺമെന്റ് ജോലി കിട്ടിയില്ലെങ്കിൽ ഇവിടെ കയ്യെത്തും ദൂരത്ത് അവസരങ്ങളുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് അല്ലേ പഠിച്ചത്, അപ്പോൾ എന്തായാലും നമ്മൾ തന്നെ കണ്ടുപിടിക്കും നമുക്കുള്ള ഇതെന്താണെന്ന്. ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു ഫീൽഡ് കൂടിയാണ് സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പം നമുക്ക് തന്നെ അവസരം കിട്ടും എന്താണ് ചെയ്യാനുള്ളത്. എൻ്റെ കൂടെ തുടക്കത്തിൽ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് പറയാനൊന്നുമില്ല, ഞങ്ങൾ എന്ത് പറയാൻ എന്ന് പറഞ്ഞവരിപ്പോൾ വളരെ കാമ്പുള്ളൊരു പോയിന്റിൽ വന്ന് എത്തി നിൽക്കുകയാണ്. കാരണം നമ്മളെല്ലാവരും പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിലുള്ള അച്ഛനമ്മമാരൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാ വീട്ടിലും അച്ഛനും അമ്മയും മാത്രമാണ്, കുഞ്ഞുങ്ങളൊക്കെ പുറത്തേക്ക് ജോലി തേടി പോകുന്നു. ഒരിക്കലും ഒരു അച്ഛനും അമ്മയും പോകണ്ടെന്ന് മക്കളോട് പറയുന്നില്ല, കാര്യം അവരുടെ ഭാവിയാണ്. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഒരു വ്യക്തമായ ഒരു ഇതുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ ഇന്ത്യയിൽ തന്നെ നല്ല അവസരങ്ങളുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഞങ്ങളുടെ കൊച്ചു കേരളത്തിൽ നല്ല അവസരങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ നാടിനെ വിട്ടു പോവുകയില്ല എന്ന് തീരുമാനമെടുക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധികളാണ് ഇവർ. നമുക്ക് ഇവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം, ഒപ്പം നമ്മുടെ വിഴിഞ്ഞത്തെയും.